ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള അല്ലെങ്കിൽ വേടനെ ആരാധിക്കുന്ന വേടനെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഏറ്റവും ആനന്ദകരമാക്കുന്ന അല്ലെങ്കിൽ അവർക്കെല്ലാം ഇഷ്ടം വരുന്നൊരു വാർത്ത തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഭിഭാഷക എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. അഭിഭാഷകയ്ക്കും കിട്ടി, പരാതിക്കാരിക്കും കിട്ടി, അതിജീവത എന്ന് പറയപ്പെടുന്ന എല്ലാ പെൺകുട്ടികൾക്കും കിട്ടി. ഇതെല്ലാ പെൺകുട്ടികൾക്കും ഒരു പാഠമാണ്. ഒരു പയ്യനെ പറ്റി അല്ലെങ്കിൽ ഒരു ആണിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അവഖ്യാതികൾ പറഞ്ഞുകൊണ്ട് അവനെ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ മനോഗതിയിൽ കൂടി ആ മനോവികാരത്തിൽ കൂടി അവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇതൊരു മറുപടിയാണ്, തിരിച്ചടിയാണ്. അപ്പോൾ വേടന്റെ വിഷയത്തിൽ പറയുമ്പോൾ വേടന്റെ മാത്രം വിഷയമല്ല, കേരളത്തിലുള്ള എല്ലാ പുരുഷന്മാരും കണ്ടുവെക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ദേഷ്യമുള്ളതിന്റെ പേരിൽ പരസ്പര വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സത്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടോ നമ്മൾ വിജയിച്ചിരിക്കും. വേടനും ആ തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ്. വേടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ രണ്ടുപേരും തുല്യരാണ് തെറ്റിന്റെ മുൻപിൽ, അല്ലേ? അപ്പോൾ ഒരാളെ മാത്രം ഇര എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട് മറ്റവനെ കുറ്റവാളിയാക്കുക എന്ന് പറയുന്ന ഒരു പ്രവണതയോട് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കണം, പക്ഷേ അതോടൊപ്പം തന്നെ പേരെടുത്ത് വായിക്കേണ്ട അല്ലെങ്കിൽ അതോടൊപ്പം